നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബംഗ്ലാദേശ് ഒരു സമയത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുസ്ലിം രാഷ്ട്രം വേണമെന്ന് വാശിയോടുകൂടി ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവകാശപ്പെടുകയും പല പ്രാവശ്യം ഗാന്ധിജിയും മറ്റ് സഹപ്രവർത്തകരും അങ്ങനെ ഒരു രാഷ്ട്രം അനുവദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പോലും അന്നത്തെ മുസ്ലിം നേതാക്കന്മാർ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ആവശ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDPയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വളരെ വേദനയോടെയാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തുള്ള അന്നത്തെ നേതാക്കന്മാർ അവർക്കായി ഒരു രാജ്യം വിട്ടുകൊടുത്തു. വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും പാകിസ്ഥാൻ നമ്മളിൽ നിന്ന് വിഭജിക്കുകയുണ്ടായി. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1971 കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ അരാജകത്വ ഭരണം മുന്നേറിയപ്പോൾ അതിൽ നിന്നും മോചനം വേണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മളുടെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ബംഗ്ലാദേശിന് മണിക്കൂറുകൾക്കുള്ളിൽ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു. ആർക്കും എപ്പോഴും കടന്നു വരാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയുന്നത്. ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണെന്നുള്ളത് ഒരിക്കലും ഈ പുതിയ തലമുറ മറക്കാൻ പാടില്ല. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഹൈദരാലി നയിച്ചു. ഒരുപാട് ഹൈന്ദവ സമുദായത്തിനെ മുസ്ലിങ്ങളാക്കി, നിർബന്ധ മുസ്ലിം ന്യൂനപക്ഷങ്ങളാക്കി മാറ്റി. അത് കഴിഞ്ഞു ഹൈദരാലി വന്നു. മകൻ മിലിറ്ററിയുമായി വന്ന് ഈ കേരളക്കരയിൽ ഇവിടെയുള്ള ഹൈന്ദവരെ നേർക്ക് വാളും തൂക്കും ചൂണ്ടി അവരുടെ മതത്തിലേക്ക്, മുസ്ലിം മതത്തിലേക്ക് ചേക്കാറാൻ, അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ജീവൻ പഠിക്കുകയോ ചെയ്യണമെന്നായി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനെന്ന നിങ്ങളുടെ ഈ മുന്നിൽ നിൽക്കുന്ന ഈ ന്യൂനപക്ഷ ജില്ലാ പ്രസിഡന്റ്. കാരണം ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽ നിന്ന് അവസാന കണ്ണിയാണ്. ഈ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി എന്ന പ്രദേശത്ത്, കൽപ്പകഞ്ചേരി എന്ന മനയിൽ അവസാനത്തെ സന്തതിയാണ് ഞാൻ. എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ വാള് വെച്ചുകൊണ്ടാണ് അന്നത്തെ പട ഒന്നുകിൽ ജീവൻ വെടിയുക അല്ലെങ്കിൽ മതം മാറുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങളെ മനയിലേക്ക് ഇവർ പ്രവേശിച്ചത്. ഞാൻ വെറുതെ പറയുന്നല്ല, ഇതിന് റെക്കോർഡിക്കലായ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്. ഒരു നിവൃത്തിയുമില്ലാതെ പ്രായാധിക്യത്തിന് കാരണം 3 പെൺകുട്ടികൾ പ്രായമായിരിക്കുന്ന എൻ്റെ തറവാട്ടിൽ 6 അടി നീളമുള്ള അപാരമായ അംഗരക്ഷകരും ഹൈദരാലിയും പട നയിച്ചപ്പോൾ പെൺകുട്ടികളെ ശരീരത്തിൽ അന്നത്തെ കിങ്കരന്മാർ കൈവച്ചപ്പോൾ എൻ്റെ മുത്തച്ഛൻ ആദ്യം പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച ഞങ്ങൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മൺ എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ എന്നാണ്. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അവതാരങ്ങളാണ്. ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക് ഈ സമുദായം വിട്ടു പോരാൻ കഴിയില്ല. ഭാരതം ഉണ്ടായിട്ട് അനവധി വർഷങ്ങളായി. അതിൻ്റെ ചരിത്രം ഓതുന്ന, അതിൻ്റെ ചരിത്രം പഠിച്ചു വെച്ച ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കാല് പിടിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാത്ത അന്നത്തെ കിങ്കരന്മാർ മുത്തച്ഛൻ്റെ കഴുത്തിൽ വാള് വെച്ചപ്പോൾ
സ്വന്തം പെൺകുട്ടികളുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ തയ്യാറായി വന്ന ഒരു കുടുംബത്തിൻ്റെ അവസാന സന്തതിയാണ് ഞാൻ. ഇപ്പോൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹൈന്ദവ സമുദായത്തിങ്ങളെ വേട്ടയാടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ആലോചിച്ചു പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിലെ മഹാമനസ്സുകളുടെ അന്നത്തെ നേതാക്കന്മാർ ഇഷ്ടമായി കൊടുത്ത ഒരു ചെറിയ തുണ്ട ഭൂമിയാണ് ബംഗ്ലാദേശ്. അവിടെ നടക്കുന്ന കിരാതന പ്രവർത്തനങ്ങൾ നമ്മൾ ദിനംപ്രതി മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാട്സാപ്പിലും മറ്റുള്ള എല്ലാ രൂപത്തിലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ 22% ഉണ്ടായിരുന്ന ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ വെറും 6%. ഇന്ത്യ വിഭജിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് വെറും 4% മുസ്ലിങ്ങളായിരുന്നു, ന്യൂനപക്ഷങ്ങളായിരുന്നു. അതിപ്പോൾ 22% കൂടുതലായി. അതെന്താ കാരണം? എന്താ അവിടെ ഇവിടെയുള്ള വ്യത്യാസം? ഇവിടെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സമുദായം ജീവിക്കുന്ന ഒരു മഹാഭാരതമാണ് ഇന്ത്യ. വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ലീല വന്നു, അദ്ദേഹത്തെ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇവിടെ ക്രിസ്ത്യൻ മിഷണറി നടത്തി. 100 വർഷത്തിൽ കൂടുതൽ ഭരിച്ച ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മിഷനറി പ്രവർത്തനം നടത്തി. ഒരുപാട് പള്ളികളും നമ്മുടെ മുന്നിൽ തന്നെ കാണുന്ന പള്ളി കാണുന്നത്, ഒരുപാട് പള്ളികളും അതിൽ സ്ഥാപിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അറേബ്യൻ രാജ്യം ഒരു പ്രകോപനമോ അല്ലെങ്കിൽ മറ്റോ ഒന്നുമേ സൃഷ്ടിക്കാതെ ഭഗവാന്റെ നാമം നാമം ഉച്ചരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് വിദേശത്തായാലും സ്വദേശത്തായാലും ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ഇസ്കോണിൻ്റെ പ്രധാന കർത്തവ്യം. അപ്പോൾ അത് മറ്റൊരാളിൽ ഒന്നും തന്നെ ഒരു വേറൊരു രീതിയിൽ കാണപ്പെടരുത് എന്ന് ആചാര്യൻ്റെ നിർദ്ദേശമുണ്ടായതുകൊണ്ട് ഞാൻ ആ ഒരു പ്രതീതി എന്നുള്ള നിലയിൽ അല്ല എത്തിയത്, ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന നിലയിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഹരേ കൃഷ്ണ പ്രസ്ഥാനം 60 വയസ്സോട് അടുത്തുള്ളൊരു മധ്യവയോധികൻ അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 60 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രഭുപാദർ എന്നാണ്. കൃഷ്ണ കൃപാമൂർത്തി ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ എന്നാണ് മുഴുവൻ പേര്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അമേരിക്കയിൽ ഐക്യനാടുകളിൽ അവിടെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ചെന്നുപെട്ടത്. അതേ തുടർന്ന് ഒരുപാട് വേദനകളും വിഷമങ്ങളും അദ്ദേഹം സഹിക്കേണ്ടി വന്നു. എന്നിരുന്നാലും ഈ മഹാമന്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവത്ഗീത സന്ദേശം, ഭഗവാന്റെ സന്ദേശം എല്ലാവരിലും എല്ലാ നാടുകളിലും എത്തിക്കണമെന്നും സമാധാനത്തോടെ മഹാമന്ത്രം ഉച്ചരിച്ച് നിർവൃതി അടയാൻ വേണ്ടി അദ്ദേഹം ആ പ്രസ്ഥാനത്തിന് അമേരിക്കയിലാണ് ജന്മം കൊടുത്തത്. അതാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. ഇപ്പോൾ നമുക്കറിയാം, അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഈ സനാതന ധർമ്മത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനും വസ്ത്രം കൊടുക്കുവാനും മാത്രം പ്രവർത്തിക്കുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം അവർ ചെയ്ത് തെറ്റതാണോ? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമുക്ക് ഇസ്കോൺ സന്യാസിമാരായ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെയും അദ്ദേഹത്തിന് കഴിക്കാൻ പ്രസാദം കൊണ്ട് കൊടുത്ത ആ സുഹൃത്തിനെയും അവരെ രണ്ടുപേരുടെയും മോചനത്തിനും അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ഭഗവാൻ അതിന് നല്ല നേർവഴി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവാന്റെ തൃക്കാലുകളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ഇപ്പം
ബാബുവേട്ടൻ, വിശിഷ്ടാദികൾ എല്ലാവർക്കും നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ, ഹരിബോൽ.